മനുഷ്യജാതിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഡ്രൈവ് അസ് ഫോർവേഡ് ഈസ് പ്രൈമർലി സയൻസ് ആൻഡ് ടെക്നോളജി. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഇതിൽ സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഒരു റെവല്യൂഷൻ തന്നെ നടക്കുന്ന ഒരു സമയമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമയം. എ റെവല്യൂഷൻ ദാറ്റ് പ്രോമിസസ് ടു ട്രാൻസ്ഫോം ദി നിയർ ഫ്യൂച്ചർ. ഇത് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ആയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. കൊച്ചു കുട്ടികളുടെ മുതൽ മുതിർന്ന ആളുകളുടെ വരെ മനസ്സിലുള്ള ഒരുപാട് സ്പേസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെയധികം ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡാണ് ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ. ദി ന്യൂ ജനറേഷൻ ഓഫ് സ്പേസ് എക്സ്പ്ലോറേഴ്സ് ഹാസ് ഓൾറെഡി അച്ചീവ്ഡ് എ മേജർ ബ്രേക്ക് ത്രൂ ബൈ ക്രിയേറ്റിംഗ് റീയൂസബിൾ റോക്കറ്റ്സ്. സോ സ്പേസ് എക്സ്പ്ലോറേഷനിൽ including global travel from any point on Earth to another in an hour or less, in orbital hotels, moon bases with the space observatories, human settlements on Mars, asteroids and the moons of other outer planets, and then breaking all limits, pushing onwards to the stars. ഈ ഒരു ഡയറക്ഷനിലാണ് ഇന്ന് സ്പേസ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഫീൽഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് എ ലിസൺ. റോയ് ഏലിയൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പലരോടും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണത്. പക്ഷേ നമുക്ക് അതിലേക്ക് വരാം. പാർട്ട് ഓഫ് അവർ ടുഡേയ്സ് കോൺവെർസേഷൻ. അതിനു മുന്നേ എനിക്കൊരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ എൻ്റെ മദർ ഇൻ ലോയെ എയർപോർട്ടിലാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഒരു വൈകുന്നേരം സമയമായി. ഇപ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പം കുറച്ചിങ്ങനെ ദൂരെ ആകാശത്ത് ഈ ഹോട്ട് എയർ ബലൂൺസ് ഒരു 2-3 എണ്ണം കാണാം, നല്ല കളർഫുൾ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ ബലൂൺ ഇങ്ങനെ കണ്ടു. ബലൂൺ ഇങ്ങനെ എന്തായിരിക്കും, അതെന്തെങ്കിലും കമ്പനികളുടെ ആഡായിരിക്കുമോ, മേ ബി ലൈക്ക് ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റിവലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനെക്കുറിച്ച് ഇങ്ങനെ കമൻ്റൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. എൻ്റെ മദറിലോ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരുന്നിട്ട് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കും ഈ ആകാശത്തിൻ്റെ അവസാനം എവിടെയായിരിക്കുമോ എന്ന്. അത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും റിഗാർഡ്ലെസ് ഓഫ് ഏജ്, എഡ്യൂക്കേഷൻ ലെവൽ ഓർ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ, നമുക്കെല്ലാം ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. വാട്ട് ഈസ് ബിഹൈൻഡ് ദി സ്കൈ? ചിലർക്ക് സ്കൈ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് ജസ്റ്റ് എവറിത്തിങ് ദാറ്റ് ലൈസ് അബവ് ദി സർഫസ് ഓഫ് എർത്ത് ഇൻക്ലൂഡിങ് ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഔട്ടർ സ്പേസ്. പക്ഷേ നമ്മൾ സ്കൈ എന്ന് പറയുമ്പം ഒരു ജനറിക് ടേമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സ്റ്റാർസിനെ കാണുന്നത് സ്കൈയിലാണ്, മൂണിനെ കാണുന്നത് സ്കൈയിലാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകളുണ്ട്. ഹൗ ഫാർ വി ഹാവ് ഒബ്സർവ്ഡ്. ഇതുവരെയും ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് ഏകദേശം 46 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് റേഡിയസ് ആണ്. വിച്ച് മീൻസ് നമ്മൾ ഇതുവരെയും ഡെവലപ്പ് ചെയ്ത ടെക്നോളജീസിന് റീച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്റ്റൻസ്. അത് വെദർ ഇറ്റ് ഈസ് എ ടെലസ്കോപ്പ് ഓർ സം കൈൻഡ് ഓഫ് എ പ്രോബ് that we can send some signals to, up to 46 billion light years ആണ് നമുക്ക് ഇതുവരെ റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് ഈസ് ഹ്യൂജ്. ആൻഡ് സയൻറ്റിസ്റ്റ് പറയുന്നു ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൻ്റെ ബിയോണ്ട് ദർ ഈസ് എൻ എവർ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. ബേസിക്കലി ദർ ഈസ് നോ ബൗണ്ടറി ടു ഇറ്റ്. അത് നമ്മുടെ ബ്രെയിനിന് ഒന്ന് കോംപ്രഹെൻഡ് ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്ന 2 പേരുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ഒരു മന്ത്ലി പോഡ്കാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഒരു പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് സ്പേസ് എക്സ്പ്ലോറേഷൻ? അപ്പോൾ അതിൻ്റെ ആ കോ ഹോസ്റ്റ് പറഞ്ഞൊരു റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. കാരണം ഞാൻ സ്പേസിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച ഐ വുഡ് ഫീൽ ആൻ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ സ്മോൾ. നമ്മളൊരു ജിയോസെൻട്രിക് യൂണിവേഴ്സ് ആണെന്ന് കുറേ നാൾ വിചാരിച്ചിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലായി ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പൊട്ടാണ് ഈ ഹ്യൂജ് കോസ്മിക് സ്പേസിൽ. അവിടെ തന്നെ നമ്മൾ ഓരോരുത്തരും ചെറിയ ഒരു സ്പെക്കാണ്. ഇത്ര സ്മോളാണ് നമ്മളെന്ന് തോന്നുമ്പോൾ ചിലർ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് സൈക്കോളജിക്കലി അവർ ചിന്തിക്കുന്നത് മൈ എക്സിസ്റ്റൻസ് ഹാസ് നോ മീനിങ്.
അപ്പം അങ്ങനെ ചിന്തിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സ്പേസ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വിഷയം സ്പേസ് എക്സ്പ്ലോറേഷൻ, എസ്പെഷ്യലി മാർസിൽ പോകുന്നതിനെ കുറിച്ചാണ്. റോയ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഐ മീൻ, ആസ് എ ലേമൻ, ബിഫോർ യു സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് ദി ടെക്നോളജി ആൻഡ് ദി സയൻസ് ആൻഡ് എവറിത്തിങ്, ആസ് എ ലേമൻ, how did you think about what is beyond the sky that we see? ഇതൊരു ഫാസിനേറ്റിംഗ് ടോപ്പിക് തന്നെയാണ് പിന്നെ ഈ സ്പേസ് ആൻഡ് സ്പേസ് എക്സ്പ്ലോറേഷൻ, ഹൗ ഫാർ ഹ്യൂമൻ ക്യാൻ റീച്ച്, ഈവൻ ഹൗ ഫാർ ഹ്യൂമൻസ് തോട്ട് ക്യാൻ റീച്ച്. അതെല്ലാം എപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നിറയെ മിസ്റ്ററികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലോറേഷൻസുമാണ്. സ്പേസിനെ പറ്റി ഡ്രീം ചെയ്യാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പലപ്പോഴും നമ്മൾ ചെറിയ വയസ്സിൽ സയൻസ് ഫിക്ഷൻസും അതേപോലുള്ള സയൻസും മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നമുക്ക് നിറയെ ഡ്രീംസ് ഉണ്ടാകും. നമ്മൾ പലപ്പോഴും രാത്രി കാലങ്ങളിൽ സ്പേസിലേക്ക് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് സ്റ്റാർസിൽ നിന്ന് ഏതെങ്കിലും ഒരു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ, നമ്മൾ അഡ്വാൻസ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുക കയ്യും കാലുള്ള കണ്ണുള്ള ബൈപ്പെഡൽസ് ആയിട്ടുള്ള നമ്മൾ സയൻസ് ഫിക്ഷനുകളിലും സയൻസ് ഫിക്ഷൻ മൂവികളിലും ഒക്കെ നമ്മൾ പോർട്രേ ചെയ്യപ്പെടുന്ന തരം ഏലിയൻസിനെ പറ്റിയായിരിക്കും നമ്മളെപ്പോഴും അഡ്വാൻസ് സിവിലൈസേഷൻ എന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. എങ്കിലും നമ്മളുടെ ഒരു തോട്ട് നമ്മളെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന തരം സിവിലൈസേഷനുകളായിരിക്കും നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല, ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകാം. നമ്മുടെ ഹ്യൂമൻ റേസിന്റെ എക്സ്പ്ലോറേഷൻ, ക്യൂരിയോസിറ്റി എല്ലാം നമ്മൾ ഒറ്റയ്ക്കല്ല, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ലൈഫ് ഫോംസ് എങ്കിലും ഉണ്ടാകാം എന്നുള്ള എക്സ്പ്ലോറേഷനാണ് ഹ്യൂമൻ റേസ് എപ്പോഴും. സ്പേസിനെ പറ്റിയുള്ള ക്യൂരിയോസിറ്റിയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 5-year-old മകന്റെ ഒരു ക്വസ്റ്റ്യനാണ്. അവൻ എവിടുന്നോ വായിച്ച ബുക്കിൽ നിന്നാണോ അതോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ നിന്നാണോ എനിക്കറിയില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എനിക്ക് ജൂപ്പിറ്റർ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്തിനാ നിനക്ക് പെട്ടെന്ന് ജൂപ്പിറ്റർ? ഇറ്റ്സ് നോട്ട് എ ഹാബിറ്റബിൾ പ്ലേസ്, എന്തിനാ അവിടെ പോകണമെന്ന് ചോദിച്ചു. നമുക്ക് ചിലപ്പോഴൊക്കെ ഹെയിൽ സ്റ്റോംസ് ഉണ്ടാവാറുണ്ടല്ലോ. റീസെന്റ് റിസർച്ച് ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയറിന്റെ നേച്ചർ വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന ഹെയിൽ സ്റ്റോംസ് ഡയമണ്ട് ആകാം എന്ന് സയന്റിസ്റ്റുകൾ ഒരു ഹൈപ്പോത്തിസിസ് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചിട്ടാണ് അവൻ പറയുന്നത്. അപ്പോ അവിടെ നമുക്ക് പോയാൽ നിറയെ ഡയമണ്ട് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കാമല്ലോ എന്നായിരുന്നു തോട്ട്. അങ്ങനെ കുട്ടികളിൽ പോലും ഈ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി, അൺനോണിനെ പറ്റിയുള്ള ഒരു ക്യൂരിയോസിറ്റി എപ്പോഴും വളർത്തുന്ന ഒരു കാര്യമാണ്. എവറി 5-year-old ഹാസ് എ ഡ്രീം ഓഫ് ലിവിങ് ഇൻ ദി സ്റ്റാർസ്. TV ഷോ കണ്ടിട്ടാണെങ്കിലും ബുക്കുകൾ വായിച്ചിട്ടാണെങ്കിലും അവരുടെ ഇമാജിനറി സ്പേസിൽ പറന്ന് ഔട്ടർ സ്പേസിൽ പോകുന്നതും പല സ്റ്റാർസിൽ പോകുന്നതും അവിടെ ജീവിക്കുന്നതും ഒക്കെ എല്ലാ കുട്ടികളുടെ ഒരു ഡ്രീമാണ്. പിന്നെ അറ്റ് സം പോയിന്റ് വി ലൂസ് ദാറ്റ് ഡ്രീം. സ്പേസ് ടെക്നോളജിയുടെ അഡ്വാൻസ്ഡ് ടൈമിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. കോർപ്പറേറ്റുകളാണെങ്കിലും ഗവൺമെന്റ് ഫണ്ടഡ് ഓർഗനൈസേഷൻ, നാസ, ISRO പോലുള്ള ഓർഗനൈസേഷൻസ് ആണെങ്കിലും നെക്സ്റ്റ് ലെവൽ ഓഫ് സ്പേസ് റിസർച്ചിലാണ് ഇപ്പോൾ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അൾട്രാ ഫാസ്റ്റ് ഇന്റർകോണ്ടിനെന്റൽ ട്രാവൽ ത്രൂ സബ് ഓർബിറ്റൽ സ്പേസ് വിത്ത് റോക്കറ്റ് പ്ലെയിൻ. പുതിയ ഇൻഡസ്ട്രീസ് സ്പേസിൽ അല്ലെങ്കിൽ ഓർബിറ്റിൽ തുടങ്ങാനുള്ളതിന്റെ ഡിസ്കഷൻസ്, സെറ്റിലിംഗ് ഇൻ മൂൺ അല്ലെങ്കിൽ മാസ് അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കുള്ള ട്രാവലുകൾ, അതിനും മേലെ പോവുകയാണെങ്കിൽ സോളാർ സിസ്റ്റം, ഈവൻ ടു ദ സ്റ്റാർസ് എങ്ങനെ പോകാം എന്നൊക്കെയുള്ള ഡിസ്കഷനിലും അതിന്റെ റിസർച്ചിലും അതിന്റെ റിസർച്ചിന്റെ ആൾമോസ്റ്റ് എൻഡ് ടൈമിലും ഒക്കെയാണ് ഇപ്പോൾ ഈ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും കോർപ്പറേറ്റുകളും ഒക്കെ. പലപ്പോഴും നമുക്ക് തോന്നാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ആൾ ദീസ് തിങ്സ് ആർ പോസിബിൾ, ഇതെല്ലാം പോസിബിൾ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതൊരു ചലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനെ പറ്റിയാണ്. എങ്ങനെ അൺലിമിറ്റഡ് സ്പേസിനെ എക്സ്പ്ലോർ ചെയ്യാം, ഹ്യൂമൻസ് അതിലുള്ള റിസർച്ചിൽ എവിടെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ലേറ്റർ റിസർച്ച് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വലിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഗ്ലോബിലേക്ക് മാത്രം ചുരുങ്ങണോ അതോ അതിന്റെ എക്സ്പ്ലോറേഷനും എല്ലാം സംതിങ് ഗ്രാൻഡർ ഇൻ സ്പേസ് എന്നുള്ള രീതിയിൽ അതിന്റെ അൾട്ടിമേറ്റ് പൊട്ടൻഷ്യൽസ് ഉപയോഗപ്പെടുത്തണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. ഇപ്പം ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ്റെ കാര്യം പറയുമ്പം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾക്കുള്ള ടെക്നോളജി എല്ലാം ഒരു സമയത്ത് ഇമ്പോസിബിൾ ആണെന്ന് വിചാരിച്ചതും
അല്ലെങ്കിൽ ഒരു തിയറി മാത്രമായിരുന്നു. റോയ് പറഞ്ഞ പോലെ സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രാവലിംഗ് ഇതെല്ലാം ഒരു തിയറിയാണ് ഇന്ന്. ഇതുപോലെ ഒരു തിയറി ആയിരുന്നു നമ്മൾ ഇന്ന് പലപ്പോഴും ടേക്കൻ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന പല ടെക്നോളജീസും, ലൈക്ക് ടെലഫോൺ, റേഡിയോ, ടെലിവിഷൻ, സാറ്റലൈറ്റ്, ഈവൻ ഇന്റർനെറ്റ്. ലോകത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും കണക്ട് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിച്ച ഒരു സമയം, അതൊരു ഡ്രീം മാത്രമായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതേപോലെയാണ് സ്പേസ് ടെക്നോളജിയിലും. ഓൾറെഡി നമ്മൾ ഒരുപാട് അഡ്വാൻസ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബട്ട് ദർ ഇസ് സ്റ്റിൽ എ ലോട്ട് മോർ ടു ഗോ. അതെ, തീർച്ചയായിട്ടും. പിന്നെ അതായത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു റഷ്യൻ സ്പേസ് വിഷണറി ഉണ്ടായിരുന്നു, ഒരു സ്പേസ് സയന്റിസ്റ്റ് ആയിരുന്നു നിക്കോളായ് കർഡഷേവ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം സിവിലൈസേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആകാന്ന്. 3 ടൈപ്പ് ഓഫ് സിവിലൈസേഷൻസ് ഉണ്ടെന്നാണ് ഹൈപ്പോത്തിസിസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്ലാനറ്റിനെ, അവർ താമസിക്കുന്ന പ്ലാനറ്റിന്റെ ഫുൾ റിസോഴ്സുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വാൻസ് സിവിലൈസേഷനായി മാറുന്ന തരം സിവിലൈസേഷൻ. ടൈപ്പ് 2 സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാസ്റ്ററിങ് സോളാർ സിസ്റ്റം, ആ സോളാർ സിസ്റ്റം മുഴുവൻ മാസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ള സിവിലൈസേഷനാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ. അത് ടൈപ്പ് 3 സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂസിങ് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ദെയർ ഗാലക്സി, എൻറ്റയർ ഗാലക്സി. ഹ്യൂമൻസിന്റെ എൻറ്റയർ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആഫ്രിക്കൻ ബർത്ത് പ്ലേസിൽ നിന്ന് അവർ ആ കോണ്ടിനെന്റ് മൊത്തവും കീഴടക്കി. അതിനുശേഷം ലോങ് ഡിസ്റ്റൻസ് സെയിലിംഗ് ഷിപ്സ് കണ്ടുപിടിച്ചു, ടെലഗ്രാഫ്സ് കണ്ടുപിടിച്ചു, ടെലഫോൺസ് കണ്ടുപിടിച്ചു, റേഡിയോ കണ്ടുപിടിച്ചു, ടെലിവിഷൻ കണ്ടുപിടിച്ചു, സാറ്റലൈറ്റ് കണ്ടുപിടിച്ചു. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്റർനെറ്റിൽ വരെ എത്തി നിന്നിട്ട് ആ ഫുൾ പ്ലാനറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ ഒരു സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ടൈപ്പ് 1 സിവിലൈസേഷന്റെ ഏറ്റവും അഡ്വാൻസ് സ്റ്റേജിലാണ്. അപ്പൊ റോയ് പറയുന്നത് ബേസിക്കലി ആഫ്രിക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ഹോമോസേപ്പിയൻസ് വാട്ടർ ബോഡീസ് എല്ലാം കടന്ന് സെയിൽ ചെയ്ത് എല്ലാ കോണ്ടിനെന്റ്സിലും എത്തുന്നതും നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ ഈ കോസ്മോസിലുള്ള പല പ്ലാനറ്ററി ഓബ്ജക്ട്സിലും എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് നമ്മളുടെ പാരലാണ് റോയ് ബേസിക്കലി എക്സാക്ട്ലി. അതായത് നമ്മൾ ഇപ്പോ ഒരു ടൈപ്പ് 1 സിവിലൈസേഷനിൽ നിന്ന് ടൈപ്പ് 2 സിവിലൈസേഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന ആ എൻട്രി പോയിന്റിലാണ് നമ്മളിപ്പോ താമസിക്കുന്നത്. അതായത് ഒരു ലോക്കൽ കെനിയൻ ബയോളജിക്കൽ ക്യൂരിയോസിറ്റിയിൽ നിന്ന് എങ്ങനെ ഫുൾ ഫ്ലഡ്ജ്ഡ് ടൈപ്പ് 1 സിവിലൈസേഷനായി മാറി എന്നതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. ടൈപ്പ് 1 സിവിലൈസേഷന്റെ കംപ്ലീറ്റ് സ്റ്റേജിലാണ് നമ്മളിപ്പോ. എർത്ത് മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, എർത്ത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടൈപ്പ് 2 സിവിലൈസേഷന്റെ ഡോർ സ്റ്റെപ്പിലാണ്. അപ്പോൾ സോളാർ സിസ്റ്റം മുഴുവൻ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിന്റെ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് തീർച്ചയായിട്ടും അവിടെ എൻഡ് ചെയ്യില്ല. നമ്മൾ തീർച്ചയായിട്ടും ഒരു ടൈപ്പ് 3 സിവിലൈസേഷനിലേക്ക് അവിടുന്ന് ഇതുവരെയുള്ള പാറ്റേൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈപ്പ് 3 സിവിലൈസേഷൻ ആയി മാറുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ ഇതിൽ വരുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഭൂമിയിൽ തന്നെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇപ്പോഴും സോൾവ് ചെയ്യാനുണ്ട്. പോവർട്ടി, ഇനീക്വാളിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, അങ്ങനെ ഒരുപാട് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് നമുക്ക് ഒരുപാട് സോൾവ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. പല ഗവൺമെന്റുകളും പറയുന്നു അതിന് ഇനഫായിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലില്ല. സ്റ്റുഡന്റ് ലോൺ ക്യാൻസലേഷനെ കുറിച്ച് വലിയൊരു ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് ഫ്രീ ആയി കിട്ടണം എന്ന്, അത് യൂണിവേഴ്സലി ഫ്രീ ആയിരിക്കണമെന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഭൂമിയിൽ തന്നെ ഉള്ളപ്പം ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഒരു റീസണിങ് അത് നമ്മൾ എല്ലാവരെയും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇറ്റ് ഈസ് എ വെരി ജെന്യുവിൻ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. നമ്മുടെ റിസോഴ്സസ് എർത്തിലെ വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നോ അതെയോ സം റിസോഴ്സസ് ഷുഡ് വി യൂസ് ഇറ്റ് ഫോർ എക്സ്പ്ലോറിംഗ് സ്പേസ്. അപ്പോൾ 1-2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഭൂമി ഒരു ജിയോസെൻട്രിക്, ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു ജിയോസെൻട്രിക് യൂണിവേഴ്സ് അല്ല. ഈ ഭൂമി എന്ന് പറയുന്നത് it is just a cosmic object hanging in the outer space, and there are lot of other objects around us. For example, ആസ്ട്രോയിഡ്സ് നമ്മുടെ എർത്തിന് നല്ലൊരു ത്രെറ്റാണ്. കോസ്മിക് ഒബ്ജക്ട്സിന്റെ ഒരു ബിഗർ പിക്ചർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് ആയിട്ടുള്ള ഒരു ത്രെറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർ ആവാൻ പറ്റത്തില്ല. അത് ഒരു ഇൻട്രസ്റ്റിംഗ് റീസൺ ആണ് നമ്മൾ സ്പേസ് പഠിക്കുന്നതിന്റെ. അതുപോലെ തന്നെ പുതിയ റോ മെറ്റീരിയൽസ്, എർത്ത് ഈസ് റണ്ണിങ് ഔട്ട് ഓഫ് റിസോഴ്സസ്. ഇപ്പൊ തന്നെ വി സീ ദി സയൻസ് ഓഫ് ഇറ്റ്. പുതിയ റോ മെറ്റീരിയൽസ് നമുക്ക് വേണം.
ബെറ്റർ ടെക്നോളജി വേണം. ഫോർ എക്സാമ്പിൾ ബെറ്റർ ബാറ്ററി ടെക്നോളജിക്ക് യൂസ് ചെയ്യുന്ന പല റോ മെറ്റീരിയൽസും റയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ. ക്യാൻ വി ഷിപ്പ് ദീസ് കൈൻഡ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം അതർ പ്ലാനറ്റ്സ് ഓർ ഈവൻ ഫ്രം ആസ്ട്രോയിഡ്സ്? അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു ദി നാച്ചുറൽ ക്യൂരിയോസിറ്റി ഇൻ എവരി ചൈൽഡ്. നമ്മുടെ യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സ്പേസ് എക്സ്പ്ലോറേഷൻ. ഇപ്പം തന്നെ ആളുകൾ ആർഗ്യൂ ചെയ്യുന്നുണ്ട്, ഈ ഇപ്പം മാർസ് മിഷനിലേക്ക് സോഫാർ അബൌട്ട് 42 മിഷൻസ് ഉണ്ടായിരുന്നു. അതിൽ 17 മിഷനാണ് സക്സസ്ഫുൾ ആയുള്ളൂ. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ മിഷൻസിന് വേണ്ടി ലിറ്ററലി മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്യണോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? ആക്ച്വലി ബിനോ, ഇത് പലപ്പോഴും രണ്ട് ഐഡിയോളജികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എക്സ്റ്റേണൽ ഐഡിയകൾ തങ്ങളിലല്ല, ശരിക്കും എന്നിലുള്ള രണ്ട് തോട്ടുകൾ തന്നെ കോൺഫ്ലിക്റ്റ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിലെ ഒരു ലെഫ്റ്റ് ലീനിയന്റ് മൈൻഡും ഒരു സയന്റിഫിക് മൈൻഡും. സയൻസ് അഡ്വാൻസ്മെന്റിൽ എപ്പോഴും എന്റെ തോട്ടുകൾ ഇങ്ങനെയുള്ള എക്സ്പ്ലോറേഷൻസ് ഉണ്ടാകണം, അത് ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും, എന്നാൽ ഒരു ലെഫ്റ്റ് ലീനിയന്റ് മൈൻഡ് എന്നിൽ പറയാം സ്പേസ് എക്സ്പ്ലോറേഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടുന്നത് എർത്തിലെ പോവർട്ടി റിമൂവ് ചെയ്യലാണ്, അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യലാണ് എന്നുള്ള തോട്ട്സും കോൺഫ്ലിക്റ്റ് ചെയ്യാറുണ്ട്. ബട്ട് it doesn't stop from us exploring what is possible, at least in this podcast, right? So that is a challenging and very detailed discussion deserving question. At least നമുക്ക് ഇപ്പോൾ എത്രത്തോളം ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ ചീപ്പർ ആക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ എങ്കിലും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ജീവിക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡിലാണ്. അവിടെ കോർപ്പറേറ്റ്സിന് നിറയെ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ കഴിയും. ആ വെൽത്ത് സ്പേസ് എക്സ്പ്ലോറേഷനിൽ അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അതിൽ ഒരു ന്യൂ ഇൻഡസ്ട്രി കാണുന്ന കോർപ്പറേറ്റുകൾ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആമസോൺ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ, എലോൺ മസ്കിന്റെ സ്പേസ് എക്സ്, വെർജിൻ ഗലാക്റ്റിക്, അങ്ങനെയുള്ള നിറയെ കോർപ്പറേറ്റുകൾ ഇപ്പോൾ ഇതിനകത്തൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് അതിൽ കോമ്പറ്റീഷനോടുകൂടി തന്നെ ഇടപെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും സ്പേസ് എക്സ്പ്ലോറേഷന്റെ കോസ്റ്റ് കുറയ്ക്കും. അതാണ് നമ്മൾ ഇതുവരെയുള്ള കോർപ്പറേറ്റ് നേച്ചർ കാണുന്നത്. മാത്രമല്ല ബിനോ, സ്പേസ് എക്സ്പ്ലോറേഷൻ ചീപ്പർ ആക്കണമെങ്കിൽ നമ്മുടെ റോക്കറ്റ് ടെക്നോളജിയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 60 years ആയിട്ട് സ്പേസിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ റോക്കറ്റിന്റെ സ്റ്റേജസ് റീയൂസബിൾ ആക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സ്പേസ് എക്സ് അറ്റ്ലീസ്റ്റ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എങ്കിലും റീയൂസബിൾ ആക്കി ലാൻഡ് ചെയ്തിട്ട് റീലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത്. ഇങ്ങനെയുള്ള ന്യൂ റിസർച്ചുകൾ തീർച്ചയായിട്ടും ഈ സ്പേസ് എക്സ്പ്ലോറേഷന്റെ കോസ്റ്റ് ഡ്രാസ്റ്റിക് ആയിട്ട് കുറയ്ക്കാൻ കഴിയും. റീയൂസബിലിറ്റിയെ പറ്റി പറയുമ്പോഴേ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ലോസ് ആഞ്ചലസിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോവാന്ന് വെച്ചോ. ഇമാജിൻ ദാറ്റ് യു ഹാവ് ടു ഡിസ്പോസ് ദാറ്റ് ഫ്ലൈറ്റ് വൺസ് ദ റീച്ച് ദർ. ഹൗ എക്സ്പെൻസീവ് ദാറ്റ് ട്രിപ്പ് വുഡ് ബി. ഇന്ന് നമ്മുടെ എയർ ട്രാവൽ ചീപ്പായതിന്റെ മെയിൻ റീസൺ വി ആർ റീയൂസിങ് ദോസ് flights. ആ ഒരു അഡ്വാൻസ്മെന്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ആൻഡ് റെവല്യൂഷൻ ഇൻ സ്പേസ് ടെക്നോളജി. എക്സാക്ട്ലി. ആ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ബിനോ, ലോവർ എർത്ത് ഓർബിറ്റിൽ എത്താനുള്ള എനർജി, അതിനുള്ള റോക്കറ്റ് പ്രൊപ്പൽഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഫ്ലൈ ചെയ്യാനുള്ള ട്രാവൽ ടിക്കറ്റ് മാത്രമേ ആകുന്നുള്ളൂ. ഏകദേശം $2000 കാൽക്കുലേറ്റ് ചെയ്യാൻ 1.5 ലക്ഷം രൂപ അത്രയാകുന്നുള്ളൂ. ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് റോക്കറ്റ് പോകാനുള്ള അതിന്റെ എനർജി കോസ്റ്റ്, അതായത് ഏകദേശം $20 per kilogram, അത്രയും മാത്രമേ ആകുന്നുള്ളൂ. ബിനോ പറഞ്ഞതുപോലെ എയർ ട്രാവൽ ഇപ്പോൾ ഉള്ള ആ ചീപ്പർ ലെവലിലേക്ക് എത്താൻ ഒരു ലോങ് ടൈം എടുക്കും. നമ്മളുടെ സ്പേസ് ട്രാവലിനുള്ള നിയർ ടൈം ഗോൾ ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് പോകാനായിട്ട് $200 per kilogram ആണ് നമ്മുടെ ഇപ്പോ കോർപ്പറേറ്റുകളുടെ ആണെങ്കിലും നാസയുടെ ആണെങ്കിലും എയിം എന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. $200 per kilogram എന്ന് പറയുമ്പോൾ ഒരു 75 കിലോ ഉള്ള ഒരാളും വിത്ത് 25 kilogram ഓഫ് ലഗേജും ഒരു 100 kilogram. അപ്പം 100 kilogram എന്ന് പറയുമ്പോൾ ഏകദേശം $20,000. ഏകദേശം $14 ലക്ഷം രൂപ. അത്രയാണ് നമുക്ക് ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് പോകാൻ. പക്ഷേ ബിയോണ്ട് ദാറ്റ് മൂണിലേക്കാണെങ്കിലും മാസിലേക്കാണെങ്കിലും പോകാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $2000 per kilogram എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് നാസയും കോർപ്പറേറ്റുകളാണെങ്കിലും. So that makes it about $200,000 per person. Exactly, to go to Mars. So I guess my question is, how do we make it cheaper?
അതിന് നമുക്ക് മാത്ത് കറക്റ്റ് ആണ് അഭിനവ്. 1 കിലോഗ്രാം വെയിറ്റ് നമ്മൾ ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 25 കിലോഗ്രാം റോക്കറ്റ് പ്രൊപ്പലന്റ് ആവശ്യമാണ്. കെറോസിൻ, ഓക്സിജൻ, ബൈ പ്രൊപ്പലന്റ് ഉണ്ട്. മീഥേൻ, ഓക്സിജൻ കുറച്ചുകൂടെ ചീപ്പറാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് കെറോസിൻ, ഓക്സിജൻ, ബൈ പ്രൊപ്പലന്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ വില എന്ന് പറഞ്ഞാൽ 40 സെന്റ് പെർ കിലോഗ്രാം ആണ് പ്രൊപ്പലന്റിന്റെ. അപ്പോൾ മൊത്തത്തിൽ 1 കിലോഗ്രാം ലിഫ്റ്റ് ചെയ്യാനായിട്ട് $10 പെർ കിലോഗ്രാമേ ആവശ്യമുള്ളൂ. സോ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ, ഇപ്പോഴത്തെ റോക്കറ്റ് ടെക്നോളജിയിൽ 2 തരം പ്രൊപ്പല്ലൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നിറയെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി കെറോസിൻ ഓക്സിജൻ ബൈ പ്രൊപ്പലന്റും മീഥേൻ ഓക്സിജൻ ബൈ പ്രൊപ്പലന്റ്. ഇത് ഫെയർലി സിമിലർ പ്രൈസ് റേഞ്ച് ആണ്. മീഥേൻ ഓക്സിജൻ കുറച്ച് കുറവാണ്. Okay. I am hoping that is what the Falcon, the SpaceX is using. Yes. Okay. ഇത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും $200 പെർ കിലോഗ്രാം to go to lower earth orbit is highly attainable. പക്ഷേ റീയൂസബിൾ സ്റ്റേജസ് ആയിരിക്കണം. അതാണ് ഇതിനകത്ത് ക്യാച്ചി പോയിന്റ്. രണ്ട് രീതിയിൽ നമുക്ക് നോക്കാം. ഒന്ന്, ഇപ്പോഴത്തെ തന്നെ എയർ ട്രാവൽ ടു ഗോ ടു ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഓൺ എർത്ത് പല ക്ലാസ് ഓഫ് ട്രാവലിംഗ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ക്ലാസ് ട്രാവലിംഗ് ഉണ്ട്, ചില ആൾക്കാർ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകുന്നവരുണ്ട്, പല കോർപ്പറേഷൻസിന് അവരുടേതായ സ്വന്തം പ്രൈവറ്റ് ജെറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം എക്സ്പെൻസ് റേഷ്യോ വളരെ ഡിഫറെന്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു എക്കണോമിക് ടിക്കറ്റ് എടുത്ത് ഒരു കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതും IBMന്റെയോ മൈക്രോസോഫ്റ്റിന്റെയോ CEO അവരുടെ സ്വന്തം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതും തമ്മിലൊരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഈവൻ സ്പേസ് ട്രാവലിംഗിലും വേരിയേഷൻ വരാം. My point is there could be people who are willing to spend extra to go to space. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ തന്നെ ഏകദേശം $20,000 സ്പെൻഡ് ചെയ്ത് കോർപ്പറേറ്റ് CEOs ഒക്കെ സ്പെഷ്യൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവലുകൾ നടത്താറുണ്ട്. ഇറ്റ്സ് അഫോർഡബിൾ, മേ ബി നോട്ട് ഫോർ യു ആൻഡ് മീ, ബട്ട് ദർ ആർ റിയലി ഹൈ നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ അഫോർഡ് ദിസ്. അഫോർഡബിലിറ്റി പറ്റി പറയുമ്പോൾ ദിസ് ഈസ് ഐ തിങ്ക് വെരി ക്രിട്ടിക്കൽ. നമ്മൾ പറയുന്നതിന്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 1-2 കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമുണ്ട്. നമ്മൾ ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്നതും മൂൺ എന്ന് പറയുന്നതും അതിന്റെ അപ്പുറത്തുള്ള മാർസ് എന്ന് പറയുന്നതും നമ്മൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അതിന്റെ ഒരു സ്കെയില് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ദാറ്റ് സ്കെയിൽ മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് വാട്ട് കൈൻഡ് ഓഫ് ടെക്നോളജി വി ഷുഡ് ബി യൂസിങ്. ഇപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഭൂമിയുടെ ഓർബിറ്റിൽ, ഒരു സ്റ്റഡി ഓർബിറ്റിൽ ഇറ്റ് ഈസ് ഓർബിറ്റിംഗ് ദി എർത്ത്. ആ സ്പേസ് സ്റ്റേഷൻ ഈസ് ഓൺലി അബൌട്ട് 250 മൈൽസ് എബവ് എർത്ത്. ഏകദേശം ഒരു 4 മണിക്കൂർ മതി ഒരു ആസ്ട്രോനോട്ടിന് ഒരു റോക്കറ്റിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ എത്താനായിട്ട്. പക്ഷെ നമ്മൾ ബിയോണ്ട് ഔട്ടർ സ്പേസ് മൂണിൽ നമ്മൾ പോയിട്ടുണ്ട് 1969 അപ്പോളോ 11 മിഷൻ. മൂൺ ഏകദേശം 240,000 മൈൽസ് away from Earth. It takes about 72 hours to get there. You can see the difference between a low Earth orbit and moon. Now when it comes to Mars, it is 205 million miles away. It is not even comparable how going to moon or going to the low Earth orbit. And it is estimated that it would take about 7 months to get there. And ഒരു റീസൺ ഈ എർത്തിന്റെയും മാർസിന്റെയും ഓർബിറ്റ് is not perfectly circular. So there is a lot of planning needed and how these two objects come closer. അതനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു വർഷത്തിൽ ഏകദേശം 2 മിഷനെ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് മാർസിലേക്ക് പറ്റത്തുള്ളൂ, ബേസ്ഡ് ഓൺ ദി അലൈൻമെന്റ് ഓഫ് മാർസ് ആൻഡ് എർത്ത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗിവ് ദാറ്റ് സ്കെയിൽ ടു എവരിബഡി ദാറ്റ് where the low Earth orbit is, where Moon is, where Mars is, and then when we talk about asteroid belt, it's even beyond. ജൂപ്പിറ്ററിനും മാർസിനും ഇടയ്ക്കുള്ള കോസ്മിക് ഓബ്ജക്ട്സിന്റെ ഒരു ക്ലസ്റ്റർ, അതിനാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ എത്തണമെങ്കിൽ വീണ്ടും ഇറ്റ് ഈസ് ഫർദർ അവേ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാസീവ് സ്കെയിൽ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അങ്ങോട്ട് ഉള്ള യാത്ര അഫോർഡബിൾ ആക്കുക എന്ന് പറയുന്നത് ഈസ് ക്രിട്ടിക്കൽ, അതർവൈസ് വി വുഡന്റ് സക്സീഡ്, റൈറ്റ്? ഇപ്പോ റെഡ് പ്ലാനറ്റ്, അതായത് മാസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം എർത്തിന്റെ കോണ്ടിനെന്റുകളെല്ലാം കൂടെ കൂട്ടിച്ചേരുന്ന അത്രത്തോളമെങ്കിലും ലിവിങ് സ്പേസ് റെഡ് പ്ലാനറ്റിലുണ്ട്. ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടുന്ന മെറ്റീരിയൽസ് മാത്രമല്ല, ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും മാസിൽ തന്നെയുണ്ട്. ലിവിങ് സ്പേസ് എന്ന് പറയുമ്പം ഭൂമിയുടെ പകുതിയേക്കാളും കുറച്ച് വലുതാണ് മാർസ്. ബട്ട് ഭൂമിയിൽ 70% വാട്ടർ ആയതുകൊണ്ട് ലിവബിൾ സ്പേസ്
is still comparable to the size of Mars. എക്സാക്ട്ലി. അഫോർഡബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴേ അതിനുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ സ്കില്ലുണ്ടോ അവർക്കെല്ലാം അഫോർഡബിൾ ആയിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതിന് നമ്മൾ അമേരിക്കൻ കൊളോണിയൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കൻ കോണ്ടിനെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ എല്ലാ പ്രോപ്പർട്ടീസും ലിക്വിഡേറ്റ് ചെയ്തിട്ട് ആ പൈസ കൊണ്ടാണ് അവര് ഷിപ്പിൽ കയറിയത്. ബേസിക്കലി വൺ വേ ടിക്കറ്റ്. ആ വൺ വേ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്തവർ പോലും 7 വർഷത്തെ ഫ്രീ ജോബ് ഓഫർ ചെയ്തിട്ട് അത് ടിക്കറ്റാക്കി കോണ്ടിനെന്റിലേക്ക് വന്ന ആൾക്കാരും ഉണ്ട്. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് $200,000, $2 ലക്ഷം വരും. നേരത്തെ മാസത്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ടും ഈക്വൽ ആണ്. വേറൊരു കോണ്ടിനെന്റിൽ പോയി ജീവിക്കാൻ വേണ്ടി ഒരാള് $200,000 സ്പെൻഡ് ചെയ്യാൻ അന്ന് ലിറ്ററലി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ വില്ലിംഗ് ആയിരുന്നു. അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ ഇന്നും കാണും. തീർച്ചയായിട്ടും. അതായത് ഹ്യൂമൻസിന്റെ എക്സ്പ്ലോറേഷൻ മൈൻഡ്, ന്യൂ ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതെല്ലാം ഇതിനകത്ത് ഘടകമായിരിക്കും തീർച്ചയായിട്ടും. Let's say I want to sign up for going to Mars, right? How much money are we talking? Like ഒരു one way ടിക്കറ്റിന് ക്ലോസ് ടു $300,000 മാസത്തിലേക്ക്. അതാണ് നമ്മൾ ഇപ്പോ സ്പേസ് എക്സ് ആണെങ്കിലും നാസ ആണെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട്. അപ്പം ഒന്നുകിൽ $300,000, അതല്ലെങ്കിൽ എനിക്കൊരു ടെക്നോളജി സ്കില്ലുണ്ട്, ഐ ക്യാൻ യൂസ് മൈ സ്കിൽ ടു ബിൽഡ് സ്റ്റേഷൻസ് ഇൻ മാർസ്, എനിക്ക് അതിന് സൈനപ്പ് ചെയ്യാം. 10 year I would work free. Whatever, right? 7 years. I mean, like, അവിടുത്തെ സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 or 2 years, that's enough. Okay. So അങ്ങനെ പോവാൻ വില്ലിംഗ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആളുകൾ കാണും. തീർച്ചയായിട്ടും. I'll sign up. I won't. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ബട്ട് ഐ അപ്രീഷിയേറ്റ് ദി പീപ്പിൾ ഹു സൈൻ അപ്പ് ടു ഗോ ടു സ്പേസ്. പക്ഷേ എനിക്ക് ആക്രോഫോബിയ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഫാസിനേറ്റിംഗ്. ഒരുപാട് ആളുകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 21-year-old girl, her lifelong dream is to go to Mars and she already started training. കാരണം ഇപ്പൊ യങ് ആയിട്ടുള്ള ആളുകളെയാണ് നാസയും അതുപോലെ സ്പേസ് ഏജൻസീസും ഹയർ ചെയ്യുന്നത്. ദേ നീഡ് ലിറ്ററലി ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ട്രെയിനിങ്. അപ്പൊ അവര് ആ ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും അവര് പ്രായമായി പോയാൽ ശരിയാവത്തില്ല. സോ ദേ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഇൻ ദെയർ 30s when they first go to Mars. മാസ് മാത്രമല്ല ബിനോ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതിനു മേലെ നോക്കുകയാണെങ്കിൽ ആസ്ട്രോയിഡ് ബെൽറ്റ്, ബിനോ പറഞ്ഞ പോലെ ആസ്ട്രോയിഡ് ബെൽറ്റ്സ് ഉണ്ട്. ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ നിറയെ പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസ് ഉണ്ട്. പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസിന് ഇവിടെ ഇപ്പോൾ ഏകദേശം $40,000 per kilogram ആണ്. ഈ $2,000 per kilogram ലോഞ്ചിങ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് റിയലി എ ഗുഡ് ബിസിനസ് മോഡൽ, റൈറ്റ്, ടു ബ്രിങ്. തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് ലാർജ് സ്കെയിലിൽ കൊണ്ടുവരുമ്പോൾ ഇതിന്റെ വാല്യൂ കുറയുമായിരിക്കും, എങ്കിലും അഫോർഡബിൾ ആയിരിക്കും തീർച്ചയായിട്ടും. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും. ഔട്ടർ പ്ലാനറ്റ്സ് നോക്കുകയാണെങ്കിൽ ദേ ഹാവ് വിർച്വലി അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ഹീലിയം-3 ഫ്യൂഷൻ റിയാക്ടറുകളിലേക്ക്. ഇപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ടെക്നോളജി ഇതുവരെ ആയിട്ടില്ല, എങ്കിലും ഫ്യൂഷൻ ടെക്നോളജിയിലേക്ക് എത്തുകയാണെങ്കിൽ ഹീലിയം-3 നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് എർത്തില് അൺലിമിറ്റഡ് പൊല്യൂഷൻ ഫ്രീ എനർജി ഉണ്ടാക്കാൻ പറ്റും. അത് ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ബിയോണ്ട് ആയിട്ട് കിടക്കുന്ന പ്ലാനറ്റ്സിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. അതെ, ഔട്ടർ പ്ലാനറ്റ് ലൈക്ക് ജൂപ്പിറ്റർ. യെസ്. ഓക്കെ. വിത്ത് കറന്റ് ടെക്നോളജി ഇതെല്ലാം നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയുന്ന തരം പ്ലാനുകളാണ്. അഫോർഡബിലിറ്റിയെ പറ്റി പറയുമ്പോൾ വേറെ ഒരു കോൺസെപ്റ്റ് എക്കോണമി ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്, അത് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഇൻ എനി ഇൻഡസ്ട്രി. ബേസിക്കലി ഇറ്റ്സ് എ പ്രൊപ്പോർഷനേറ്റ് സേവിംഗ് ഇൻ കോസ്റ്റ് ഗെയിൻഡ് ബൈ ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, ഞാൻ കടയിൽ പോയി പാർട്സ് വാങ്ങി ഒരു കാറ് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതും ഞാനൊരു കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് ഒരു കാർ വാങ്ങുന്നതും തമ്മിൽ ഹ്യൂജ് പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഓഫ് കോഴ്സ് ഇഫ് ഐ am going to build a car, it is going to be several times more expensive than buying a car manufactured in a bulk produced way in a factory. Economy of scale അവിടെ വളരെ കീ ഫാക്ടറാണ് കോസ്റ്റ് ലോ ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന്. അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ് എന്നാണ് എൻ്റെ ചിന്ത, അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ റീയൂസബിൾ റോക്കറ്റ് സ്റ്റേജസ് അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനു മേലെ നമ്മൾ സ്പേസിലേക്കുള്ള ട്രാവലിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, അതിന്റെ അഫോർഡബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ നിറയെ സാറ്റലൈറ്റ് ലോഞ്ചുകൾ ചെയ്യുന്നുണ്ട്. അത് പോരാ, ലാർജർ സ്പേസ് ലോഞ്ചസ് വേണം. അതായത് കൂടുതൽ ആൾക്കാരെ ലിഫ്റ്റ് ചെയ്യാൻ തക്കോണമുള്ള വലിയ സ്പേസ് ലോഞ്ചസ് ഉണ്ടാകണം. അതിനിപ്പോ വെർജിൻ ഗലാക്റ്റിക് ആണെങ്കിലും സ്പേസ് എക്സ് ആണെങ്കിലും ബ്ലൂ ഒറിജിൻ ആണെങ്കിലും അതിൽ നിറയെ റിസർച്ച് നടക്കുന്നുണ്ട്. ഒരു ഇന്റർ കോണ്ടിനെന്റൽ ലോങ് ഡിസ്റ്റൻസ് പാസഞ്ചർ ട്രാവൽ അറൌണ്ട് എർത്ത് ത്രൂ സബ് ഓർബിറ്റൽ സ്പേസ്.
ഇപ്പൊ സാധാരണ എയർ ട്രാവൽ ചെയ്യുന്ന പോലെ അറ്റ്മോസ്ഫിയറിൽ കൂടി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യുന്നതും ഔട്ടർ സ്പേസിൽ പോയിട്ട് എർത്തിന്റെ തന്നെ വേറൊരു സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ്. എക്സാക്ട്ലി. പാസഞ്ചേഴ്സിനെ ഒരു പോയിന്റിൽ നിന്ന് ഡെലിവർ ചെയ്ത് സബോർബിറ്റൽ സ്പേസിൽ പോയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ലാൻഡ് ചെയ്യുന്ന തരം ട്രാവൽ. അത് എത്രമാത്രം സമയം നമ്മൾ സേവ് ചെയ്യും? ട്രാവൽ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 45 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. കൊച്ചി ടു ന്യൂയോർക്ക് ആണെങ്കിൽ ഇപ്പോൾ 16 to 17 hours എടുക്കും. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ പ്രൈസ് ഏകദേശം 20,000 പെർ ടിക്കറ്റ് ആയിരിക്കും. അത് അഫോർഡബിൾ ആയിട്ടുള്ള നിറയെ കോർപ്പറേറ്റ് സിഒസും ബിസിനസ് പീപ്പിളും ഒക്കെ ഉണ്ട്. ഇതിനുള്ള ടെക്നോളജി ഇന്ന് അവൈലബിൾ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് യു ഓൾറെഡി ടച്ച്ഡ് ഓൺ ഇറ്റ്, ദാറ്റ് ദി ടെക്നോളജി ഈസ് ആക്ച്വലി അവൈലബിൾ. കാരണം അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിൽ ഡെവലപ്മെന്റ് നടക്കുന്ന പുതിയ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്പേസ് എന്റർപ്രൈസ് ആണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ്. അവരുടെ ഫസ്റ്റ് റീയൂസബിൾ റോക്കറ്റ് ആയിരുന്നു ഫാൽക്കൺ 9. അതിനുശേഷം അവർ ഫാൽക്കൺ ഹെവി ഉണ്ടാക്കി. ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് വൈ ദി റോക്കറ്റ്സ് ഹാവ് ടു ബി, മേ ബി റോയ് ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ലേറ്റർ. എന്തുകൊണ്ടാണ് ഈ റോക്കറ്റ്സ് എല്ലാം മൾട്ടി സ്റ്റേജ് ആവേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സിംഗിൾ സ്റ്റേജ് റോക്കറ്റ്സ് നമുക്ക് സ്പേസിലേക്ക് വിടാൻ പറ്റാത്തത്? അതൊരു ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് അതിന് മുന്നേ just ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇപ്പൊ ഫാൽക്കൺ 9 എടുക്കുവാണെങ്കിൽ തന്നെ ഫാൽക്കൺ 9 അതിന്റെ ഫ്യൂവൽ എല്ലാം ഫില്ല് ചെയ്ത ഫാൽക്കൺ 9ന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 540,000 കിലോഗ്രാം ആണ്. ഈ 540,000 കിലോഗ്രാമില് 510,000 കിലോഗ്രാം ഫ്യൂവലിന്റെ വെയിറ്റ് ആണ്, വിച്ച് ഈസ് 95%. ബാക്കി ഈ 5% എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്ട്രാ മാസ് ഫോർ ദി എൻജിൻസ്, പിന്നെ ഫ്യൂവൽ ടാങ്ക്, ബാക്കി 5%. സോ ഇമാജിൻ ഇഫ് യു ഡ്രോവ് എ കാർ ദാറ്റ് വാസ് എസെൻഷ്യലി 95% ഫ്യൂവൽ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ചലഞ്ച്. ഇവിടെയാണ് റോക്കറ്റ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് വളരെ ക്രിട്ടിക്കലാണ് ഇവിടെ. I would say SpaceX in collaboration with NASA is the pioneers in developing that better technology. ഫ്യൂവലിന്റെ വെയിറ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? കാരണം ഫ്യൂവൽ ഇല്ലാതെ ത്രസ്റ്റ് ഇല്ലാതെ നമുക്ക് എർത്തിന്റെ ഗ്രാവിറ്റി എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നതാണ് ഏറ്റവും വലിയൊരു എഞ്ചിനീയറിംഗ് ചലഞ്ച്. അതുകൊണ്ടാണ് ഈ മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ് ബിൽഡ് ചെയ്യുന്നത്. ആ മൾട്ടി സ്റ്റേജ് റോക്കറ്റ്സ് ബിൽഡ് ചെയ്യുന്നതും അതിന്റെ ആവശ്യകത, അതിനെപ്പറ്റി ഒന്ന്. അതൊരു റോക്കറ്ററി ഇക്വേഷന്റെ അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗിന്റെ ഒരു ബേസിക് ആണ് സ്റ്റേജിംഗ് എന്ന് പറഞ്ഞാൽ. സ്റ്റേജിംഗ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബേസിക് ഫിസിക്സ് ആണ്, സയന്റിഫിക്കലി ഇമ്പോസിബിൾ ആണ് വിത്ത് ദ കറന്റ് റോക്കറ്റ് പ്രൊപ്പലൻസ്. അതിന് നമ്മളൊരു ചെറിയ ഒരു സയൻസ് പറയേണ്ടതായിട്ടുണ്ട് ബിനോയുടെ. അതായത് നമുക്കിപ്പോ റോക്കറ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ ഓർബിറ്റിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഓർബിറ്റൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷണൽ പുള്ള് ഭേദിച്ച് വെളിയിലേക്ക് പോകുള്ളൂ, ഇല്ലെങ്കിൽ അത് തിരിച്ച് താഴേക്ക് തന്നെ വരും. ആ വെലോസിറ്റി ഇല്ലെങ്കിൽ കറന്റ്ലി എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 8 km/s ആണ്. അത് മാത്രമല്ല, ഇപ്പൊ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൊരു എയറോഡൈനാമിക് ഡ്രാഗ് ഉണ്ടാകും. അത് മാത്രമല്ല, ഒരു ഗ്രാവിറ്റേഷണൽ പുള്ളും ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാകും. അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി നീഡഡ്, അതിന് ഡെൽറ്റ ബി എന്ന് പറയും. ആ നമ്പർ എന്ന് പറഞ്ഞാൽ ക്ലോസർ ടു 9.5 km/s ആണ്. അത്രയും അറ്റൈൻ ചെയ്തെങ്കിലേ നമുക്ക് ഓർബിറ്റലിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. റോക്കറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു എക്സസ് വെലോസിറ്റി ഉണ്ടാകും. എക്സസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റോക്കറ്റ് എഞ്ചിനിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന, നോസിൽ വഴി വെളിയിലേക്ക് പോകുന്ന ഗ്യാസിന്റെ ത്രസ്റ്റ് ആണ് റോക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ 9.5 km/s ആകാനുള്ള എക്സസ് വെലോസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് കറണ്ട് റോക്കറ്റ് പ്രൊപ്പലന്റിന് പറ്റില്ല. അത് അറ്റൈൻ ചെയ്യണമെങ്കിൽ കൂടുതൽ റോക്കറ്റ് പ്രൊപ്പലൻസ് ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വലിയ എഞ്ചിൻ ആവശ്യമായിട്ട് വരും, വലിയ ടാങ്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ വീണ്ടും വെയിറ്റ് കൂടും. അപ്പോൾ ഒരിക്കലും നമുക്കിത് ഒറ്റ സ്റ്റേജിൽ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റേജിൽ റിലേറ്റീവ് വെലോസിറ്റി ഏകദേശം ഒരു 4 km/s ആക്കി ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിനെ പുഷപ്പ് ചെയ്ത് ഒരു സ്റ്റേജ് എത്തിയതിനു ശേഷം സെക്കൻഡ് സ്റ്റേജ് ബാക്കി പേലോഡിനെ മേലേക്ക് കൊണ്ടുപോകുന്നതും അത് 9.5 km ഡെൽറ്റ വി അച്ചീവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഓർബിറ്റിലേക്ക് ട്രാവൽ ചെയ്യാനും കഴിയും. ഞാൻ പലപ്പോഴും ഈ റോക്കറ്റ് പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് അവർ ഡീറ്റാച്ച് ചെയ്ത് തിരിച്ച് ഭൂമിയിലേക്ക് വിടും. അതാണ് ഇപ്പം ഈ ഫാൽക്കണൊക്കെ റീയൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ അതെന്തിനാ ഡീറ്റാച്ച് ചെയ്യുന്നത്? സെക്കൻഡ് സ്റ്റേജിന് 9.5 അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. ആ 9.5 അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വെയിറ്റ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഫ്യൂവൽ ടാങ്കിന്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് അതിങ്ങനെ ഡിറ്റാച്ച് ചെയ്ത് വിടുന്നത്. പക്ഷേ ഈ ഫാൽക്കൺ ഹെവി ഇപ്പോൾ അത് ലാൻഡ് ചെയ്തിട്ട് റീലോഞ്ച്
ചെയ്യാൻ തക്കോണം ആക്കുന്നുണ്ട്. എക്കണോമിക്കലി നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബേസിക്കലി ഫസ്റ്റ് സ്റ്റേജ് റീയൂസ് ചെയ്യാനുള്ള ടെക്നോളജി നമുക്ക് ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. റോയ് ആദ്യം ഈ റോക്കറ്റ് പ്ലെയിനിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ഭൂമിയിൽ തന്നെ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് സ്പേസിൽ കൂടി ട്രാവൽ ചെയ്യുന്നത്. അതിന്റെ ഒരു പോസിബിലിറ്റി നമുക്ക് ഓർബിറ്റിൽ എത്താനും വി ഹാവ് ബീൻ സെൻഡിങ് മിഷൻസ് ടു എർത്ത്സ് ഓർബിറ്റ് ഫോർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റോക്കറ്റ് ഫ്ലൈറ്റ്സ് ഇന്ന് ഒരു റിയാലിറ്റി ആവാത്തത്? എന്താണ് അതിന്റെ ചലഞ്ചസ്? അത് ശരിക്കും നമ്മളിപ്പം പെട്ടെന്ന് കേട്ടാൽ അതൊരു സയൻസ് ഫിക്ഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി പോലെയോ തോന്നുന്നില്ലേ? അല്ല, വി ആർ ക്ലോസ് ടു ടെസ്റ്റിംഗ് ഇറ്റ്. അത്രയും അതിനകത്ത് അഡ്വാൻസ്മെന്റ് ഉള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് കോർപ്പറേറ്റുകൾക്കൊക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. ഇറ്റ്സ് നോട്ട് എ ഫ്യൂച്ചർ ടെക്നോളജി, ഇറ്റ്സ് ഓൾറെഡി ഇൻ പ്രോഗ്രസ്. ഇറ്റ്സ് എ നോൺ വിങ്ഡ് ട്രാവൽ, റൈറ്റ്? സോ ഇറ്റ്സ് എയർപ്ലെയിൻ പോലെയല്ല, ഇറ്റ്സ് ഗോയിങ് ടു ബി നോയ്സി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ദൂരെ ആയിരിക്കണം ലോഞ്ചിങ് സ്ഥലം. അല്ലെങ്കിൽ സാധാരണ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് പോകുന്ന പോലെ പറ്റില്ല. ഒരു ഓഫ് ഷോർ പ്ലേസിലായിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും താമസമില്ലാത്ത കൺട്രി സൈഡ് ഓപ്പൺ ഡെസേർട്ടിലൊക്കെ ആയിരിക്കണം. അവിടേക്ക് നമുക്കൊരു ബ്രീഫ് ബോട്ട് ട്രാവലോ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ട്രാവലോ സീ പ്ലെയിൻ ട്രാവലോ ആവശ്യം ഉണ്ടാവും. ലെറ്റ്സ് കാൽക്കുലേറ്റ് ഇറ്റ്സ് 20 minutes. ഇതിന് ടോട്ടൽ ട്രാവലിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 45 minutes ആണ്. വൺ എൻഡ് ഓഫ് ദി എർത്ത് ടു അതർ എൻഡ് 45 minutes. കൊച്ചി ടു ന്യൂയോർക്ക് ഓർ കൊച്ചി ടു ഹ്യൂസ്റ്റൺ. അപ്പോൾ 45 minutes ആയിരിക്കും. ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു 45 minute സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പൊ തന്നെ വിർജിൻ ഗലാക്റ്റിക് എന്ന് പറയുന്ന ഒരു കമ്പനി ആർട്ടിഫിഷ്യൽ സീറോ ഗ്രാവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ചാർജ് എന്ന് പറഞ്ഞാൽ $200,000 ആണ് ഫ്യൂ മിനിറ്റ്സ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അവരത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈറ്റ് പോയിട്ട് ഡ്രോപ്പ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ പുള്ളിന്റെ അതേ സ്പീഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിന് 200,000 കൊടുത്ത് സൈനപ്പ് ചെയ്യാൻ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ദേ ക്യാൻ റൺ ദ ബിസിനസ്. അങ്ങനെ അത്രയും ആൾക്കാർ അതിനകത്തേക്ക് സൈനപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതൊരു മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 100 ടൺ പാസഞ്ചർ ക്യാബിൻ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം 2100 ടൺ മീഥേൻ ഓക്സിജൻ പ്രൊപ്പലന്റ് ആവശ്യമുണ്ട്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ $120 per ton ആണ്. ടോട്ടൽ പാസഞ്ചേഴ്സിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് $2.5 ലക്ഷം ആവശ്യം ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ $20,000 ഈച്ച് ടിക്കറ്റിന് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $4 million per ഫ്ലൈറ്റ് അവർക്ക് ഇൻകം ഉണ്ടാവും. ഗുഡ് ബിസിനസ് മോഡൽ. സോ അവരുടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ $250,000 per trip, but they can make up to $4 million. 250,000 ഫ്യൂവൽ കോസ്റ്റ്. പിന്നെ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും. But still there is room for profit. Exactly. Not just profit, there will be a cheaper ticket for maybe $5,000. Maybe we can also fly with that. നമ്മളെ എക്കണോമിയിൽ ഇരിക്കുന്ന പോലെ ബാക്കിൽ $5,000 കൊടുത്ത് ഇരിക്കായിരിക്കും തീർച്ചയായിട്ടും. റോയ്, അപ്പം മൂവിങ് ഓൺ ടു അനദർ പോസിബിലിറ്റി ലൈക്ക് സ്പേസ് ടൂറിസം. ഇപ്പൊ നമ്മൾ വെക്കേഷന് പോകുന്നത് വേറെ രാജ്യങ്ങളിൽ വെക്കേഷന് പോകുന്നവരുണ്ട്, വേറെ കോണ്ടിനെന്റ്സിൽ വെക്കേഷന് പോകുന്നവരുണ്ട്, ചിലര് ചുമ്മാ ക്രൂസ് ഷിപ്പിൽ കയറി വാട്ടർ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫ്യൂച്ചറിലുള്ള ടൂറിസം ഒരുപക്ഷെ സ്പേസിലേക്കായിരിക്കും. അതൊരു നിയർ ഫ്യൂച്ചർ പോസിബിലിറ്റി ആണോ? അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഈ ഇന്റർ കോണ്ടിനെന്റൽ റോക്കറ്റ് പ്ലെയിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്പേസ് വഴിയാണ് തീർച്ചയായിട്ടും ആ ടെക്നോളജി ആയിക്കഴിഞ്ഞാൽ സ്പേസ് വഴിയാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത്. 45 മിനിറ്റ് അല്ല, വൈ ഡോണ്ട് വി സ്റ്റേ കപ്പിൾ ഓഫ് ഡേയ്സ് ദെയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ തോട്ട് ശരിക്കും പിന്നെ 90s തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടതാണ് സ്പേസ് ടൂറിസം എന്നുള്ളത്. അതൊരു ക്ലവർ ബിസിനസ് മോഡലായിട്ട് പലരും കരുതിയിരുന്നു. പക്ഷെ അന്നുള്ള ടെക്നോളജി വെച്ചിട്ട് ഇതൊരു സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, അതിലേക്ക് നമ്മൾ അടുത്തെത്തി. അപ്പൊ ഈ സ്പേസ് ടൂറിസം എന്ന് പറയുമ്പോഴേ ഒരു ഷോർട്ട് സീറോ ഗ്രാവിറ്റി എക്സ്പീരിയൻസ് കിട്ടിയിട്ട് തിരിച്ചു വരുന്നതാണോ, ഓർ ആർ വി ടോക്കിംഗ് അബൌട്ട് ലിവിംഗ് ഇൻ ദി ഓർബിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ്? ഇപ്പൊ നമ്മൾ ഭൂമിയിൽ വെക്കേഷൻ പോകുന്നവരെ ഒരു ഫ്യൂ ഡേയ്സ് ഓർബിറ്റിൽ പോയി അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. ഇസ് ദാറ്റ് വാട്ട് വി ആർ ടോക്കിംഗ്? നോട്ട് ജസ്റ്റ് ദാറ്റ് ബിനോദ്. ഹണിമൂൺ ഇൻ സീറോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫാസിനേറ്റിംഗ് തിങ് ആയിരിക്കും അല്ലേ? സ്പേസില് ഓർബിറ്റില് ഹോട്ടൽസ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി ഓൾറെഡി പല കോർപ്പറേറ്റുകളും ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, റോബർട്ട് ബിഗ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബില്യനെയർ ഉണ്ട്, അമേരിക്കയിലെ ബഡ്ജറ്റ് ഹോട്ടൽസിന്റെ ഓണറാണ്. അദ്ദേഹം ഒരു ബിഗ്ലോ എയറോസ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് പുള്ളി ഈ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ദേ ഹാവ് ഓൾറെഡി ടെസ്റ്റഡ് മോഡ്യൂൾസ് ഹൗ ടു ബിൽഡ് ഹോട്ടൽസ് ഇൻ സബോർബിറ്റൽ സ്പേസ്. സോ അതെങ്ങനെ? സോ ബേസിക്കലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സിമിലർ ടു ദി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അതിന് ഡോക്കിംഗ് മെക്കാനിസം കാണും. സോ the hotel is basically just floating in the orbit.
Yes. So we will send people and dock to the module and they can live there for few days and then come back, right? എക്സാക്ട്ലി. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ബെഡ്റൂം സ്യൂട്ട്, അത് ഭൂമിയിലേക്ക് ഒരു ഗ്ലാസ് വിൻഡോ, വി ക്യാൻ സീ ടു ദ ബ്ലൂ എർത്ത്, ഓർ യു ക്യാൻ വാച്ച് ദ വാസ്റ്റ് സ്പേസ് വിത്ത് ഓൾ സ്റ്റാർസ് ആൻഡ് ബിയോണ്ട് ദാറ്റ്. വെരി ഇൻട്രസ്റ്റിംഗ്. സോ നമ്മൾ ഇവിടെയൊക്കെ ഹോട്ടൽ എടുക്കുമ്പോൾ അവർ ചോദിക്കത്തില്ലേ, ലേക്ക് ഫ്രണ്ട് അല്ലെങ്കിൽ വാട്ടർ ഫ്രണ്ടിന് അഡീഷണൽ പൈസ കൊടുക്കുന്ന പോലെ നമുക്ക് ഇത് സ്റ്റാർ ഫ്രണ്ടിനായിരിക്കും ചിലപ്പം കൂടുതൽ എക്സ്പെൻസീവ്. ഓർ മേ ബി എർത്ത് കാണാനായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം. ബിഗ്ലോ എയറോസ്പേസ് അതിന്റെ ഹാബിറ്റേഷൻ മോഡ്യൂൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇൻ സ്പേസ്. സോ വി ആർ ക്ലോസ്, നോട്ട് റിയലി എ ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി. സോ റോയ്, എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യനാണ്, എൻ്റെ നല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഏകദേശം ഹാഫ് സെഞ്ചുറി എഗോ വി വെന്റ് ടു മൂൺ, അപ്പോളോ 11 മിഷൻ. അതിനുശേഷം നമ്മൾ മൂണിൽ പോയിട്ടില്ല. അപ്പോൾ ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അന്ന് നമ്മൾ ശരിക്കും മൂണിൽ പോയില്ല, അതെല്ലാം സ്റ്റേജിലായിരുന്നു, അത് ഏതോ ഡെസേർട്ടിൽ പോയി ഫോട്ടോ എടുത്തതാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. ബട്ട് വി വെന്റ് ടു മൂൺ, വി ഹാഡ് ദി ടെക്നോളജി, വി ഡെവലപ്ഡ് ദി ടെക്നോളജി ആൻഡ് വി സെൻറ്റ് ഹ്യൂമൻസ് ദെയർ ആൻഡ് ബ്രോട്ട് ദം ബാക്ക് സേഫ്. ബട്ട് എന്തുകൊണ്ട് പിന്നെ നമ്മൾ മൂൺ മിഷൻസ് ഒന്നും നടത്തിയില്ല? അല്ലെങ്കിൽ ഈസ് ദർ എ ഫ്യൂച്ചർ പോസിബിലിറ്റി ടു എക്സ്പ്ലോർ മൂൺ മോർ? ഒബ്വിയസ്ലി മൂണിന് അൺലൈക്ക് മാർസ്, മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല, സോ അതൊരു ചലഞ്ചാണ്. ബട്ട് ആർ ദർ എനിത്തിങ് ഡെവലപ്പിംഗ് ലൈക്ക് നാസയോ ഓർ അതർ പ്രൈവറ്റ് സ്പേസ് ഏജൻസീസോ എന്തെങ്കിലും മൂണിലേക്കുള്ള മിഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും മൂൺ മിഷൻസ് ഡ്രോപ്പ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണി അതിന് വർത്തായിരുന്നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എപ്പോഴും. ഒരു ബാരൻ ലാൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്ത് എന്നുള്ളത്. പക്ഷെ ഇപ്പോ റീസെന്റ് ആയിട്ട് നമ്മൾ അവിടെ വാട്ടർ കണ്ടെത്തിയോടെ അതിന്റെ ഒരു ന്യൂ പോസിബിലിറ്റി ഓപ്പൺ ചെയ്യപ്പെട്ടു. ഇതുവരെ സയൻസ് ഫിക്ഷനിലും ആസ്ട്രോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലും തിയറികളിലും മാത്രം ഉണ്ടായിരുന്ന ലൂണാർ സർഫസിൽ ഒരു ബേസ് ബിൽഡ് ചെയ്യുന്നതിന്റെ പോസിബിലിറ്റിയെ പറ്റി നമ്മളിപ്പോ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ബേസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഔട്ടർ സ്പേസിലേക്കോ അല്ലെങ്കിൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിലേക്കോ എങ്ങനെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് റീച്ച് ചെയ്യാം എന്നുള്ള ഹൈപ്പോത്തിസിസുകളും ഇപ്പോ ലൈവായിട്ട് നിൽക്കുന്നുണ്ട് ബിനു. സോ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ലൈക്ക് ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ. ഇപ്പൊ നമ്മൾ സ്പേസിലേക്ക്, ഇപ്പം മാർസിലേക്കുള്ള മിഷൻ ആണെങ്കിലും മൂൺ ക്യാൻ ബി ആൻ ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ, അതാണോ? എക്സാക്ട്ലി. അതായത് അതിന് കാരണം എന്ന് വെച്ചാൽ മൂണിന് എർത്തിന്റെ 1/6 ഓഫ് ദ ഗ്രാവിറ്റിയേ ഉള്ളൂ, അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പോ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി എർത്തിനേക്കാൾ കുറവാണ്. അപ്പോൾ അത്ര എനർജി ആവശ്യമില്ല അവിടുന്ന് ഒരു പേലോഡ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് സ്പേസിലേക്ക്. അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇത് എപ്പോഴും എക്കണോമിക്കൽ ആകേണ്ടുന്നത് നമുക്ക് അവിടെ റോക്കറ്റ് പ്രൊപ്പലന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. സോ എർത്തിൽ നിന്ന് നമുക്ക് ഈ ഔട്ടർ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ഫുൾ ഫ്യൂവൽ കപ്പാസിറ്റി ഇവിടുന്ന് തന്നെ ലിഫ്റ്റ് ചെയ്യാതെ ഇഫ് വി ക്യാൻ മേക്ക് പാർട്ട് ഓഫ് ഇറ്റ് ഇൻ ദി മൂൺ യൂസിങ് ദി റോ മെറ്റീരിയൽസ് ഫ്രം മൂൺ, ആ പോസിബിലിറ്റിയാണ് ഈ മൂൺ ഒരു ഇന്റർമീഡിയറ്ററി സ്റ്റെപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പറ്റുന്നത്, അല്ലേ? എക്സാക്ട്ലി. നമുക്ക് അവിടെ തന്നെ റോക്കറ്റ് പ്രൊപ്പല്ലന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ലൂണാർ ബേസ് ഒരു പോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്റർ പ്ലാനറ്ററി ട്രാഫിക്കില്ല, ഒരു പോർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അതിനുള്ള റോ മെറ്റീരിയൽസ് അവിടെ ഉണ്ടോ? അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അതെ വിനോദ്, ലൂണാർ എക്സ്പ്ലോറേഷന്റെ തുടക്കത്തിൽ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് മെറ്റൽ ഓക്സൈഡിന്റെ രൂപത്തിൽ ലൂണാർ റോക്സിൽ ഓക്സിജൻ ഉണ്ടെന്നുള്ളത്. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പിംഗ് ചെയ്തിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ചില ലൂണാർ സോയിലിൽ 10% കോൺസെൻട്രേഷനിൽ ഇലുമിനൈറ്റ് എന്ന ഒരു മിനറൽ ഉണ്ട്. ഇതിൽ ഹൈഡ്രജൻ 800 ഡിഗ്രി സെൽഷ്യസിൽ ഹിറ്റ് ചെയ്താൽ അയണും വാട്ടറും ഉണ്ടാകും. വാട്ടർ ഇലക്ട്രോലൈസ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കാൻ കഴിയും. ഈ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് പ്രൊപ്പലന്റ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയും എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. സോ മൂൺ നമുക്ക് മാർസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ലൂണാർ ബേസ് മാർസിലേക്കുള്ള ഒരു പിസ്റ്റോപ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ബിനോ. കാരണം നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ചേഞ്ച് ഇൻ റോക്കറ്റ് എസ്കേപ്പ് വെലോസിറ്റി ഡെൽറ്റ വിയിലെ എർത്ത് ഓർബിറ്റിൽ നിന്ന് മാർസിലേക്കുള്ള ഡെൽറ്റ വി 4.2 km/s ആണ്. പക്ഷേ മൂണിന്റെ സർഫസിൽ നിന്നുള്ള ഡെൽറ്റ വി 6 km/s ആണ്. അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. പക്ഷെ ബിയോണ്ട് മാർക്സ് ബെനിഫിറ്റ് ഷിഫ്റ്റ്സ്. ലോവർ എർത്ത് ഓർബിറ്റിൽ നിന്ന് ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കുള്ള ഡെൽറ്റ വി 9.6 km/s ആണ്. അത് മൂണിന്റെ സർഫസിൽ നിന്നുള്ള ഡെൽറ്റ വിയേക്കാൾ കൂടുതലാണ്.
ആസ്ട്രോയിഡ് ബെൽറ്റിലേക്കോ അല്ലെങ്കിൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിലേക്കോ ഉള്ള ട്രാവലുകൾക്ക് ലൂണാർ ബേസ് ഒരു പിറ്റ് സ്റ്റോപ്പായിട്ട് ഉപയോഗിക്കുകയും ഫ്യൂലിംഗ് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ കഴിയും. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ ഇനിയും കവർ ചെയ്യാനുണ്ട്. മേ ബി വി വിൽ ഡു വൺ മോർ എപ്പിസോഡ് ഓൺ ദിസ്. തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് നമ്മളുടെ ഫാസിനേറ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ മാസിന്റെ ടെറാഫോമിംഗ്, മാസിലേക്ക് എങ്ങനെ എത്താം, അതിനുള്ള ടെക്നോളജികൾ, അവിടെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ടോപ്പിക്കിൽ ഒരു എപ്പിസോഡ് കൂടെ ചെയ്യാം. എനിക്ക് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, മാർസിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ, ഈവൻ ദോ വി ക്യാൻ റീച്ച് ദയർ ടെക്നോളജിക്കലി, അവിടെ എങ്ങനെ ഒരു ലോങ് ടൈം ലൈഫ് എങ്ങനെയാണ് പോസിബിൾ? അങ്ങനെ ഐ ഹാവ് ലിറ്ററലി ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലിവിങ് ഇൻ മാർസ്. ഇപ്പം നമ്മൾ ഏകദേശം അങ്ങോട്ട് പോകാനുള്ള ടെക്നോളജിയെ കുറിച്ച് പറഞ്ഞോളൂ, ബട്ട് ഹൗ ഡു വി ലിവ് ദയർ, ഹൗ ഡു വി കോളനൈസ്, ഹൗ ഡു വി റേസ് ഹ്യൂമൻ റേസ് ദയർ? അതെല്ലാം ഫാസിനേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ബിനോ. അതിനുള്ള ആൻസേഴ്സും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അടുത്ത എപ്പിസോഡ് സംസാരിക്കാം. തീർച്ചയായിട്ടും ബിനോ. താങ്ക് യു. താങ്ക് യു റോയ്.